മുനമ്പം ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷൻ ഹിയറിംഗ് ആരംഭിച്ചു. ആദ്യ ദിവസം ഫറൂഖ് കോളേജ്, മുനമ്പം ഭൂസംരക്ഷണ സമിതി, വഖഫ് സംരക്ഷണ സമിതി എന്നിവരുടെ വാദങ്ങളാണ് കമ്മീഷൻ കേട്ടത്. 15-ാം തീയതി വഖഫ് ബോർഡിന് കമ്മീഷന് മുന്നിൽ ഹാജരാക്കും. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഫറൂഖ് കോളേജ്. മുനമ്പത്തെ വഖഫ് അധിനിവേശവുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷന്റെ ആദ്യ സിറ്റിംഗ് ആണ് കാക്കനാട് കളക്ടറേറ്റിൽ നടന്നത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല, ഇഷ്ടദാനം കിട്ടിയ വസ്തുവാണെന്നും ഇത് വിൽക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നുമുള്ള മുൻ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഫറൂഖ് കോളേജ്. സുപ്രീം കോടതി വിധികളടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഫറൂഖ് കോളേജിന്റെ വാദം. എന്നാൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയായതിനാൽ അത് തിരിച്ചുപിടിക്കണമെന്നും നാട്ടുകാരുടെ നഷ്ടം കോളേജിൽ നിന്നും ഈടാക്കി നൽകണമെന്നും വഖഫ് സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. നിയമപരമായി ഭൂമി വിൽക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കോളേജിൽ നിന്നും സ്ഥലം വാങ്ങിയതെന്ന് മുനമ്പം നിവാസികളും വ്യക്തമാക്കി. ഇഷ്ടദാനം കിട്ടിയതാണെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലും വഖഫ് എന്ന വാക്കില്ല എന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി. സങ്കീർണമായ നിയമപ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നതെന്നും 15-ാം തീയതി വഖഫ് ബോർഡിന്റെ അടക്കം വാദങ്ങൾ കേൾക്കുമെന്നും ജുഡീഷ്യൽ കമ്മീഷനും പറഞ്ഞു. കമ്മീഷന്റെ അഭിപ്രായങ്ങൾ കമ്മീഷൻ ഗവൺമെന്റിനെ അറിയിക്കും. ഈ വഖഫ് പ്രോപ്പർട്ടി വിറ്റതിനെ എതിർക്കുന്നവർ പോലും അവരോട് സിമ്പതി കാണിക്കുകയാണ്. മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് അവർ പോലും പറയുന്നത്. ഇനി 15-ാം തീയതി ഇതേ സമയം 10:30 ഇവിടെ കേൾക്കും. പ്രധാനമായിട്ടും 2 സീനിയർ അഭിഭാഷകർ ആർഗ്യ വന്നു. ഒന്ന് വഖഫ് ബോർഡിന്റെ അഭിഭാഷകൻ, 2 പൂര സംരക്ഷണ സമിതിയുടെ. 22-ാം തീയതിയോടെ ഹിയറിംഗ് പൂർത്തിയാക്കാനാണ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത്. വിഷയത്തിൽ അടുത്ത മാസം റിപ്പോർട്ടും നൽകും. ജനം, കൊച്ചി.